ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം പലപ്പോഴും പറയാറുണ്ട്, ഒന്നും ചെയ്യാനില്ല എന്ന് വരുമ്പോഴാണ് മനുഷ്യൻ നിഷ്ക്രിയരാകുന്നത് എന്ന്. അങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ അടുക്കള തോട്ടത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ കാണുന്ന എൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള മുറ്റങ്ങൾ 10-30ഓളം ആടുകൾ തുള്ളിക്കളിച്ച് നടന്നിരുന്ന മുറ്റമാണ്. മക്കളുടെ നിർബന്ധം കൊണ്ട് ആട് കൃഷി നിർത്തിയതുകൊണ്ട് ആ മുറ്റങ്ങളും പിന്നാമ്പുറവുമൊക്കെ അത്യാവശ്യം പച്ചക്കറികളും ചില ചെടികളുമൊക്കെയായി നേരം കളയാൻ കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയ ഒരു വേലയാണ് ഇന്ന് ഈ മട്ടിന് പൂത്ത് തിമിർത്ത് കായ്ച്ചു നിൽക്കുന്നത്. ഇഷ്ടം പോലെ മുളകുകൾ, വഴുതനകൾ, വെണ്ടകൾ എന്ന് വേണ്ട എന്താണോ നമുക്ക് ആഗ്രഹം അതെല്ലാം നമുക്ക് രാവിലെ 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിനുവേണ്ടി ചെലവഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് വലിയ സന്തോഷവും ആരോഗ്യവും അതുപോലെ സമയമില്ല എന്നുള്ള ചിന്തയും ഒക്കെ മാറിക്കിട്ടും. തന്നെയുമല്ല, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളും ലഭ്യമാകും. നമുക്ക് മനസ്സുണ്ടോ, എന്തു വേണമെങ്കിലും നമ്മുടെ മട്ടുപ്പാവിലോ നമ്മുടെ തിരുമുറ്റത്തോ 2-3 ചട്ടികളിലോ സിറ്റ് ഔട്ടിലോ എവിടെ വേണമെങ്കിലും വിളയും. അതിന് ഉദാഹരണമാണ് ഈ കാഴ്ചകൾ. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വീഡിയോകളും മറ്റും നിങ്ങളെ കാണിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ സാധ്യമാണോ എന്ന്. എന്നാൽ അത് സാധ്യമാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ രീതികളുമാണ് നിങ്ങളുടെ മുമ്പിൽ എന്നും അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ കാഴ്ചകൾ നട്ടു നനച്ചപ്പോഴുള്ള കാഴ്ചകൾ ഇതിക്ക് മുമ്പേ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത് പൂത്തു തിമിർത്ത് ഇഷ്ടം പോലെ കായ്കനികളായി നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കുവാൻ പാകത്തിന് അവ വളർന്നു കഴിഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ദൂരയാത്രകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, പങ്കാളിയുടെ കോളേജ് വിദ്യാഭ്യാസം വീണ്ടും LLBക്ക് പോകുന്നൊരു പഠനത്തിലേക്ക് കോളേജുകളിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ തനിച്ച് യാത്ര ചെയ്യാറില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു ടൂർ പോവുകയാണെങ്കിൽ എന്തായാലും വണ്ടിക്കൂലി കൊടുക്കണം. അപ്പോൾ 2 പേരുമായിട്ടേ പോകാറുള്ളൂ. അതിനാൽ ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ അവധി ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ വീട്ടിൽ കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ യഥേഷ്ടം സമയമുണ്ട്. അങ്ങനെ പെൻഷൻ പറ്റിയ ശേഷമുള്ള ഈ വിശ്രമ ജീവിതങ്ങൾ എങ്ങനെ സന്തോഷകരമാക്കാമെന്നുള്ളതിനാണ് ഇത്തരമൊരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. 3 മാസം മുമ്പ്, 3 മാസം പോലും ആയിട്ടില്ല ഇവയൊക്കെ നട്ടിട്ട്. അപ്പോൾ അതിനുശേഷം ഇവയെല്ലാം ഇത്തരത്തിൽ ഇഷ്ടം പോലെ മുളകുകളും വഴുതനകളും വെണ്ടകളും ഒക്കെയായി പൂത്തുലഞ്ഞ് വിരിഞ്ഞ് കായ്ച്ചു വരികയാണ്. ഈ കാഴ്ചകളിലേക്കും ഈ പ്രവൃത്തികളിലേക്കും ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും അതുപോലെ ആരോഗ്യവും മൊത്തത്തിലുള്ള ഒരു ഉന്മേഷവും എന്തെന്നില്ലാതെ നിങ്ങൾക്ക് പറയാതെ തന്നെ അത് കണ്ടാൽ മനസ്സിലാകും. അത്യാവശ്യം കോഴിയും താറാവുകളും കിളികളുമൊക്കെ നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ കളിച്ചു നടക്കുമ്പോൾ 2 പൂച്ചയും അതിൻ്റെ കുട്ടികളുമൊക്കെ ആയിട്ട് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. പലരും ഇതിന് മുതിരാറില്ലാത്തത് എങ്ങും പോകാൻ കഴിയില്ല, ഇവനെയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് ദൂരെ യാത്ര ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. എന്നാൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ ആവുകയില്ല. 2-3 ദിവസം എവിടെ പോകണമെങ്കിലും കിളികൾക്കും കോഴികൾക്കുമുള്ള പുതിയ സംവിധാനങ്ങളും പാത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തീറ്റയും മറ്റും വെച്ച് കൊടുക്കാൻ വളരെ സൗകര്യപ്രദമാണ്. അതിനാൽ ഇവയെ ഒരിക്കലും നമ്മൾ സമയമില്ല അല്ലെങ്കിൽ സൗകര്യമില്ല എന്നുള്ള തരത്തിൽ ഒഴിവാക്കരുത്. ഇതെല്ലാം മനുഷ്യൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിയുക. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആ കൊച്ചു ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും. അമ്മയും കുഞ്ഞും കളി മൂർച്ഛിച്ചിരിക്കുകയാണ്. അവർ കളിച്ചു നടക്കട്ടെ. നമുക്ക് നമ്മുടെ കാഴ്ചകളും സന്തോഷങ്ങളുമാണല്ലോ പ്രധാനം. ഇവയെല്ലാം നമുക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകളുമാണ്. കൃഷി രീതികളൊക്കെ നമുക്ക് ഒരുപാട് ഊർജവും നൽകുന്ന
പരിപാടികളുമാണ്. അങ്ങനെ ഓരോരുത്തർക്കും കഴിയുന്ന തരത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ സമയമില്ല എന്നുള്ള കാരണത്താൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.